നമുക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിലെ പൂങ്കുംമൂട് എന്ന സ്ഥലത്തേക്കൊന്ന് പോകണം. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മർദ്ദിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഷർട്ട് വലിച്ചു കീറി നെടുമങ്ങാട് നഗരസഭ ടവർ വാർഡ് സ്ഥാനാർത്ഥി പൂങ്കുംമൂട് അജിക്കാണ് മർദ്ദനമേറ്റത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. തെരഞ്ഞെടുപ്പ് ദിവസമാണ്, ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് മർദ്ദനത്തിന് പ്രകോപനമായത്? രഞ്ജിത്ത്, നെടുമങ്ങാട് നഗരസഭയിലെ ടവർ വാർഡിൽ BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൂങ്കുംമൂട് അജിയെ മർദ്ദിച്ച പരാതി ഉള്ളത്. അദ്ദേഹത്തിന്റെ ഷർട്ടൊക്കെ വലിച്ചു കീറിയ ഷർട്ടുമായൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഷർട്ടൊക്കെ വലിച്ചു കീറി കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. കുറച്ചുപേരുടെ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇവിടെ വന്ന ബാക്കി പ്രവർത്തകരെയൊക്കെ പല ഭാഗത്തേക്ക് മാറ്റി വിടുകയാണ്. എന്താണ് ഇപ്പോൾ നമ്മുടെ UDF സ്ഥാനാർത്ഥി തന്നെ നമുക്ക് ചെയ്തത്? എന്തായാലും സംഭവം ഇവിടെ രാവിലെ മുതൽ തന്നെ ഇവർ ഔട്ട്സൈഡ്സുമാർ ബൂത്തിനകത്ത് കയ്യേറ്റമുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ നമ്മളത് തടഞ്ഞു പോവുകയായിരുന്നു. പിന്നെ സ്വാഭാവികം ഇപ്പോൾ വൈകി ഒരു വോട്ടറെ കൊണ്ടുവരികയും ആ വോട്ടറെ അവരെ സ്വതന്ത്രമായി വോട്ട് സമ്മതിക്കാതെ സുഖമില്ലാത്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് അകത്ത് പോകേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് പകരം ഒരു 4-5 BJP പ്രവർത്തകർ അവർക്കൊപ്പം അകത്ത് പോകുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് BJP സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ മൂത്ത മകനും പിന്നെ ഒരു രണ്ടാമത്തെ മകൻ ജിതേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് ബൂത്തിനകത്ത് പോളിംഗ് സ്റ്റേഷൻ അകത്തിട്ടാണ് മർദ്ദിച്ചത്. പിന്നെ അവിടുന്ന് വന്ന ഓടിക്കൂടിയ പ്രവർത്തകരാണ് അവരിൽ നിന്ന് മുക്തമാക്കിയത്. ഷർട്ടൊക്കെ വലിച്ചു കീറുകയും എന്റെ കഴുത്തിന് പൊട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് അതൊക്കെയും ചെയ്യായിരുന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്തത്. ഇത് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ വാർഡാണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്. അതാണ് ഇവിടെ നടന്നത്. അങ്ങനെ ക്രൂരമായ മർദ്ദനമാണ് ഇവർ നടത്തിയത്. BJP പോലീസില്ലായിരുന്നു ആ സമയത്ത്? പോലീസില്ലായിരുന്നു. ഇവിടെ എങ്ങനെ നേരത്തെ സംഘർഷമുള്ള പ്രദേശമാണല്ലോ ഇന്ന് പെട്ടെന്നുണ്ടായ സംഘർഷം? ഇവർ മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കിയതാണ്. സമാധാനപരമായി നടന്നതിന് മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കിയതാണ്. ഒരു സംഘർഷവും ഇല്ലാതെയാണ് രാവിലെ പോളിംഗ് നടന്നുകൊണ്ടിരുന്നത്. രാവിലെ മുതലേ അവർ വയലന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് BJPയുടെ പ്രതിനിധികളുമുണ്ട് ഇവിടെ. എന്താണ് ഈ സംഭവിച്ചത്? എന്താണ് പരാജയ ഭീതി വീണ്ടും കോൺഗ്രസുകാരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഷർട്ടൊക്കെ കീറി, സ്ഥാനാർത്ഥി ഷർട്ട് സ്വന്തമായിട്ട് വലിച്ചു കീറിയതാണ്. കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. സ്ഥാനാർത്ഥി അക്രമത്തിന് ഒരാഴ്ച കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയും അവരുടെ മക്കളും ഒക്കെ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. മക്കളൊന്നും അല്ലായിരുന്നു. പ്രവർത്തകർ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ വന്നിട്ട് പറയണ പോടാ എന്റെ വലിയ വെക്കുന്നുണ്ട്. ഞങ്ങളെ വാർഡിൽ ഞങ്ങളെ സിറ്റിംഗ് വാർഡാണ് ഇവിടെ. ഈ വാർഡിൽ വന്നിട്ട് പറയണ നീ എന്റെ വലിയ പോടാന്ന്. നിന്നെ കാണിച്ചു തരാം. നമുക്ക് കാണിക്കട്ടെ. ഇവനെക്കാട്ടി വലിയ നേതാവാണ് ഞങ്ങൾ അക്രമത്തിന് വന്നതല്ല. ഞങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ചെയ്തതാണ്. പരാജയ ഭീതി കൊണ്ട കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുകയാണ് ഇവിടെ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് BJPയുടെ നിലപാട്. കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വയം ഷർട്ട് വലിച്ചു കീറിയെന്ന ആരോപണമൊക്കെയാണ് BJP ഉന്നയിക്കുന്നത്. ഇപ്പോൾ BJP പ്രവർത്തകർ ഇപ്പോൾ സംഘടിച്ച് നിൽപ്പുണ്ട്. പോലീസ് അവരെ ഇവിടെ നിന്ന് ബൂത്തിന്റെ പരിസരത്ത് മാറ്റി അയക്കാനുള്ള വടക്കേ അയക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും പൊതുവിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. പക്ഷേ ഇവിടെ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സാഹചര്യം കാണാനായത്. പൂങ്കുംമൂട് എന്ന വാർഡിൽ നെടുമങ്ങാട് നഗരസഭയിലെ ടവർ വാർഡ് സ്ഥാനാർത്ഥിക്കാണ് മർദ്ദനമേറ്റു എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. BJP പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. പക്ഷേ ഇത് സ്വയം സൃഷ്ടിച്ച ഒരു പ്രശ്നമാണ് എന്നാണ് BJPയുടെ ആരോപണം. ഏതായാലും ഇപ്പോൾ ആ വിഷയം അവിടെ ആ വാർഡിലെ വോട്ടർമാർക്കിടയിൽ സജീവമായിട്ടുണ്ട്.